ഇവിടെ ആരുമില്ലേ? ഹലോ ഹലോ ഹലോ, എത്ര തവണ ഞാൻ വരണേ ഇവിടെ? കഴിഞ്ഞ മാസം മുടങ്ങി, ദേ ഇപ്പൊ ഈ മാസമായി. ഇതിങ്ങനെ പോയാൽ പറ്റില്ല. എടാ, നിന്റെ അച്ഛനെവിടെ? അകത്തൊളിച്ചിരിക്കുകയാണോ? നട്ടിലുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ. ചേട്ടാ പ്ലീസ് ശബ്ദം കുറയ്ക്കോ, അച്ഛൻ അവിടെ ഇല്ല. ഇല്ലെന്നോ? എടാ, ഞാൻ വരുമെന്ന് വിചാരിച്ച് വീടിന്റെ പുറകിലൂടെ ഓടിയോ നിന്റെ തന്ത? അതോ വീടിന്റെ കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണോ? എടാ, പൈസ ചോദിക്കുമ്പോ കാണിക്കാനുള്ള അല്ല ഈ ഒളിച്ചളി. നീ ഇങ്ങോട്ട് വന്നേ. ചേട്ടാ അങ്ങനെയല്ല, ഈ 1500 രൂപ ഞാനിപ്പോ തരാം. രാത്രി പണിയെടുത്തുണ്ടാക്കിയതാ, ബാക്കി ശനിയാഴ്ച തരാം. 1500 രൂപ മകനെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കുന്ന ഒരു തന്ത. എടാ, മനുഷ്യനാണോ അയാള്? എടാ, നാണമുണ്ടോ അയാൾക്ക്? പണം തരാൻ മേടിച്ച് പെണ്ണുങ്ങളുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരു നാറി. ചേട്ടാ അച്ഛനെ കുറിച്ച് ഒന്നും അറിയണ്ടേ, ദയവായി ഇങ്ങനെ പറയരുത്. എടാ, എനിക്കൊന്നും അറിയണ്ട. നീ നിന്റെ തന്തയോട് പറഞ്ഞേക്ക്, നാളെ വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് വരും. അപ്പോഴും ഇതുപോലെ ഒളിച്ചിരിക്കാനാണ് നിന്റെ തന്തയുടെ ഭാവമെങ്കിൽ ഈ ബൈക്ക് കെട്ടിവലിച്ച് ഞാനൊന്ന് കൊണ്ടുപോകും. സ്വന്തം ഉത്തരവാദിത്തം തീർക്കാൻ പറ്റാത്തതിനോ എന്തിനാടാ ഇങ്ങനൊരു വണ്ടി? ചേട്ടാ അച്ഛനെ കുറിച്ചൊന്നും പറയരുത്. ഞങ്ങളെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു, അത് ഞങ്ങളുടെ തെറ്റാ. ആ വണ്ടി കൊണ്ടുവരുന്നത് അത് ഞങ്ങൾക്ക് വെറും ബൈക്കല്ല, പ്ലീസ്. ഇപ്പം എൻ്റെ കയ്യിൽ ഈ 1500 രൂപയുള്ളൂ, ബാക്കി ഞാൻ അടുത്ത ആഴ്ച തരാം ഉറപ്പായിട്ടും. അടുത്ത ആഴ്ച? എടാ, പൈസ തിരിച്ചടക്കാൻ ശേഷിയില്ലെങ്കിൽ നിന്റെ തന്ത എന്തിനാണ് ഇമ്മാതിരി വണ്ടി ലോൺ എടുത്തെടുത്ത്? ദേ, നാളെ വൈകുന്നേരത്തിനുള്ളിൽ മുഴുവൻ എമൗണ്ട് എൻ്റെ കയ്യിൽ കിട്ടണം. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ വണ്ടി ഞാൻ അങ്ങോട്ട് കൊണ്ടു. ചേട്ടാ അങ്ങനെ ചെയ്യരുത്, ഇത് ഞങ്ങൾ. എനിക്ക് സെന്റിമെന്റ്സ് കേൾക്കാൻ നേരല്ലേ. അടക്കാൻ കഴിയാത്തവൻ ആഡംബരം കാണിക്കാൻ നിൽക്കരുത്. മര്യാദക്ക് നാളെ പൈസ റെഡിയാക്കി വെച്ചോ. കണ്ണീർ മണിയെ കയ്യെത്തും ദൂരെ ഞാനില്ലേ. ഇല്ലമ്മേ, അച്ഛനെ ആരും ചീത്ത പറയില്ല, ആരും അപമാനിക്കില്ല. അച്ഛൻ കഷ്ടപ്പെട്ട് വാങ്ങിയതായി വണ്ടി. ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു അച്ഛൻ അവസാന നിമിഷം വരെ ഓടിയത്. ഇന്ന് പൈസ ചോദിച്ചു വന്നവർക്ക് അച്ഛൻ ഫയലിൽ വെറും ഒരു നമ്പർ ആയിരിക്കാം, പക്ഷേ എനിക്ക് എൻ്റെ അച്ഛൻ ജീവനാണ്. അയാൾ അച്ഛനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞമ്മേ? അച്ഛൻ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. ആദി, സതീശൻ പറഞ്ഞത് കേട്ട് മോൻ വിഷമിക്കണ്ട. അച്ഛൻ എവിടെയും പോയിട്ടില്ല, അച്ഛൻ നമ്മളോടൊപ്പം തന്നെയുണ്ട്. മോനെ, ആ ബൈക്ക് നിന്റെ അച്ഛന്റെ പ്രാണനായിരുന്നു. നമ്മളെ പോലെ തന്നെ അദ്ദേഹം അതിനെ സ്നേഹിച്ചു. അത് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ അമ്മേ, നമ്മൾ നാളെ പൈസ അടച്ചില്ലെങ്കിൽ ഒരു വണ്ടി കൊണ്ടുപോയില്ലേ? നീ ഇത് കൊണ്ടുപോയി വിറ്റോ. എനിക്ക് നീ എന്തിനാ ആഭരണം? നിന്റെ അച്ഛനില്ലാത്ത ഈ ലോകത്ത് അദ്ദേഹത്തിന്റെ ഓർമ്മയല്ലേ ഏറ്റവും വലിയ ആഭരണം. ഇത് വിറ്റിട്ട് നാളെ തന്നെ നീ പൈസ അടയ്ക്കണം. ഇനി നിന്റെ അച്ഛനെ ആരും അപമാനിക്കരുത്. പക്ഷെ അമ്മേ, ഇത് നമ്മുടെ അവസാനത്തെ. മരിക്കും വരെ നമ്മുടെ അച്ഛൻ കൂടെയുണ്ട് എന്നുള്ള തോന്നൽ ആ വണ്ടി നൽകും. അത് മതി നമുക്ക്. നീ നാളെ തന്നെ പൈസ അടയ്ക്കണം. പൊൻപണം പോ നിൻ പ്രണയ പൂക്കനിഞ്ഞ പൂമ്പൊടികൾ അമ്മേ, ഈ കമ്പനി നമുക്ക് തിരിച്ചെടുക്കണം. അച്ഛനമ്മയ്ക്ക് തന്നത്. ഇപ്പോ ഇത് നമുക്കൊരു വഴി തുറക്കും. പക്ഷെ എനിക്ക് അമ്മയോടൊക്കെ വാക്ക് തരാനുണ്ട്. ഇനി ഒരിക്കലും അമ്മയ്ക്ക് ആരുടെ മുന്നിൽ തലവരിക്കേണ്ടി വരില്ല. അച്ഛനില്ല എന്ന് ആരും പറയില്ല. അച്ഛൻ്റെ സ്ഥാനത്ത് ഈ വേണ്ടി ഞാൻ നോക്കും.
അച്ഛൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ഞാൻ നടത്തും, പഠിക്കും. അച്ഛൻ ആഗ്രഹിച്ച പോലെ ഒരു വലിയ നിലയിൽ ഞാൻ എത്തും. പോരെ അമ്മേ?